തമിഴ്നാട്ടിൽ ഗവർണർ ആർ.എൻ. രവി പിടിച്ചുവെച്ച 10 ബില്ലുകളും സുപ്രീം കോടതി വിധിയോടെ ഗവർണറുടെ ഒപ്പില്ലാതെ നിയമങ്ങളായി ഇന്നു തന്നെ വിജ്ഞാപനവും ഇറക്കി സ്റ്റാലിനും തമിഴ്നാടും വിജയഭാവത്തിൽ പറയുന്നു തുടര പാർക്കലാം. കേരളത്തിൽ പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം ഗവർണറും സർക്കാരും പുതിയ പോർമുഖം തുറക്കുകയാണ്. സംസ്ഥാന നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയക്രമം നിശ്ചയിച്ച തമിഴ്നാട് ഗവർണർക്കെതിരായ സുപ്രീം കോടതി വിധിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഇന്ന് രംഗത്തെത്തി. സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന 2 ജഡ്ജിമാരാണോ ഭരണഘടനാ ഭേദഗതി തീരുമാനിക്കുന്നത്? അങ്ങനെയെങ്കിൽ പാർലമെന്റ് എന്തിനാണെന്നും കേരള ഗവർണർ ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ഗവർണറുടെ വിമർശനത്തെ കടന്നാക്രമിച്ച ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ചെത്തി. ഗവർണർ സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത ഉൾക്കൊള്ളുന്നില്ലെന്ന് CPIM, ഗവർണർ BJP കണ്ണട മാറ്റണമെന്ന് CPI, സുപ്രീം കോടതി വിധി രജതരേഖയെന്ന് കോൺഗ്രസ്. ആരിഫ് മുഹമ്മദ് ഖാൻ അവസാനിപ്പിച്ചിടത്തു നിന്ന് ഹാർലേക്കർ ആരംഭിക്കുന്നു. വീണ്ടും പോർമുഖത്തേക്കാണോ എന്നാണ് ചോദ്യം.